Good afternoon, നമസ്കാരം. എക്സ്പ്രസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എക്സ്പെർട്ട് അഡ്വൈസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ള ഗസ്റ്റ് നിങ്ങളുടെ എല്ലാ ബിസിനസ് റിലേറ്റഡ് സംശയങ്ങൾക്കും ഉത്തരം നൽകാൻ എത്തിയിട്ടുള്ളത് മിസ്റ്റർ സിദ്ദീഖ് പി ഹസൻ. ഹി ഈസ് ദ CEO ഓഫ് എക്സ്പ്രസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. മോസ്റ്റ് വെൽക്കം ടു ദ ഷോ സർ. താങ്ക് യു. എക്സ്പേർട്ട് അഡ്വൈസ് എന്നുള്ള ഈ ഒരു ഷോ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ബിസിനസ് ഇൻഡസ്ട്രീസ്, അതുപോലെ ഇന്നൊവേഷൻസ്, അതിലെല്ലാം ഉപരി നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ടൊരു ബിസിനസ് റൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു ഷോ ആണ്. ഇതിൽ ഉപരിയായിട്ട് എന്ത് വേണം അല്ലേ, ഇവിടുത്തെ മലയാളികളായിട്ടുള്ള ആളുകൾക്ക് ഫ്രീ ആയിട്ട് സാർ ഇതാ എല്ലാ ശനിയാഴ്ചയും നമ്മുടെ അടുത്ത് വന്ന് ഒരു 30 minutes നിങ്ങൾക്ക് ഫ്രീ അഡ്വൈസ് തന്നിരിക്കുകയാണ്. അപ്പോൾ എന്നത്തെയും പോലെ ഈ ആഴ്ചയിലും നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് കവർ ചെയ്തെങ്കിലും ഒരുപാട് ടോപ്പിക്കുകൾ നമുക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. നമുക്ക് ബിസിനസ് റിലേറ്റഡ് ഒരു എക്സ്പെർട്ട് അഡ്വൈസിലുപരി ആളുകൾ അതായിട്ട് ബന്ധപ്പെട്ടിട്ട് എംപ്ലോയ്മെൻറ്റ് വിസയെക്കുറിച്ചും ഇൻഷുറൻസിനെ കുറിച്ചും ഡിഫറെൻറ്റ് രാജ്യത്തേക്ക് പോകുന്ന ട്രാവൽ റൂൾസിനെ കുറിച്ചും സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷനെ കുറിച്ചും ഫാമിലി വിസയെ കുറിച്ചും, അതായത് ഗവൺമെൻറ് റിലേറ്റഡുള്ള എല്ലാ പേപ്പർ വർക്കുകളും നമ്മളിതിലൂടെ കവർ ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ തുടക്കത്തിലുള്ള പ്രേക്ഷകർക്കുള്ള ആ ഒരു കമ്മിറ്റ്മെൻറ്റ് ബിസിനസ് റിലേറ്റഡ് ക്വസ്റ്റ്യന് ആൻസർ ചെയ്യുക എന്നുള്ളതായിരുന്നു. പക്ഷേ ആ കമ്മിറ്റ്മെൻറ്റിലുപരി NTVയോടൊപ്പം എക്സ്പ്രസ് ഗ്രൂപ്പ് ചേർന്ന് ഒരുപാട് കാര്യങ്ങൾക്ക് ശ്രോതാക്കൾക്ക് മറുപടികൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. സന്തോഷമുണ്ട് ആ കാര്യത്തിൽ. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ എല്ലാ സംശയങ്ങളും തത്സമയം ഞങ്ങളെ വിളിച്ച് ചോദിക്കാവുന്നതാണ്. ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 058-804-1310, അതുമല്ലെങ്കിൽ 058-523-1310. ഇനി സാറിനെ അല്ലെങ്കിൽ എക്സ്പ്രസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനെ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും നമ്മൾ താഴെ സ്ക്രീനിൽ ഫുൾ ടൈം മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം. സർ ആൻഡ് ദ ഗ്രൂപ്പ് വിൽ ബി ഓൾവേസ് ഹാപ്പി ടു ഹെൽപ്പ് യു. ഇപ്പോൾ തന്നെ അവർക്ക് നോട്ട് ചെയ്യാം 050-976-8856. യെസ്. ഇനി അതുമല്ല വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ ലാൻഡ് ലൈനിൽ വിളിക്കാം 04262866 ഓർ 0426284432. ഓക്കെ. ഇനി എക്സ്പ്രസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് അറിയാൻ അവർക്ക് വെബ്സൈറ്റ് ഉണ്ട്, എക്സ്പ്രസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് .ae അല്ലേ സർ? യെസ്. അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ സർവീസുകളും കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു സെക്ഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്കിന്ന് വന്നിട്ടുള്ള ആദ്യത്തെ സംശയം, ഗ്രാഫിക് ഡിസൈനർ പോസ്റ്റിലേക്ക് ജോലി കിട്ടിയിട്ടുണ്ട്, കമ്പ്യൂട്ടർ ഡിപ്ലോമ അറ്റസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ലേബർ ഡിപ്പാർട്ട്മെന്റ് അത് സ്വീകരിക്കുന്നില്ല, ഡിഗ്രി വേണമെന്ന് പറയുന്നു, എന്ത് ചെയ്യണം എന്നുള്ളതാണ് ആദ്യത്തെ സംശയം. ഓക്കെ, ഗ്രാഫിക് ഡിസൈനറാണ് പോസ്റ്റ്. പിന്നെ നോർമലി സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ചെയ്യുന്ന പോസ്റ്റുകളുണ്ട്, സർട്ടിഫിക്കറ്റ് വെച്ച് ചെയ്യുന്ന പോസ്റ്റുകളുണ്ട്. സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ചെയ്യുന്ന പോസ്റ്റിൽ പെട്ടതാണ് ടെലികമ്മ്യൂണിക്കേഷൻ അസിസ്റ്റൻറ്റ്, അതുപോലെ ഓഫീസ് അസിസ്റ്റൻറ്റ്, ഓഫീസ് ബോയ് അല്ലെങ്കിൽ ഓഫീസ് ഗേൾ, സെയിൽസ് ഓഫീസർ. സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ചെയ്യുന്നതിൽ ഏറ്റവും നല്ലൊരു പോസ്റ്റ് എന്ന് പറയുന്നത് സെയിൽസ് ഓഫീസറാണ്. സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ചെയ്യുന്ന എല്ലാ പോസ്റ്റുകൾക്കും തൗജീഹിൻ്റെ ഒരു ക്ലാസ് ഉണ്ടായിരിക്കും, ഒരു ട്രെയിനിങ് ക്ലാസ് ഉണ്ടായിരിക്കും. മറ്റുള്ള എല്ലാം അഭ്യസ്തവിദ്യരായ ഉദ്യോഗാർത്ഥികൾ എന്നുള്ള നിലക്ക് ആ ഒരു ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യേണ്ട. അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം മിനിസ്ട്രി ഓഫ് ലേബർ ഡിപ്ലോമ അല്ല ചോദിക്കുന്നത്, ഡിഗ്രിയാണ് ചോദിക്കുന്നത്. ഇവിടെയാണ് അതിൻ്റെ ഇവർക്കുണ്ടായിരുന്ന ഒരു സംശയം. നമ്മൾ ചില സമയത്ത് 10th സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യും, 12th സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യും, ഡിപ്ലോമ സർട്ടിഫിക്കറ്റുകൾ അറ്റസ്റ്റ് ചെയ്യും. ഈ സർട്ടിഫിക്കറ്റുകളൊന്നും ഗ്രാഫിക് ഡിസൈനർ എന്ന പോസ്റ്റിന് ആക്സെപ്റ്റഡ് അല്ല, ഡിഗ്രിയാണ് ചോദിക്കുക. സർട്ടിഫിക്കറ്റ് ഫ്രം യൂണിവേഴ്സിറ്റി, അത് ജാമിയ എന്നാണ് അറബിയിൽ യൂണിവേഴ്സിറ്റിക്ക് പറയാം. ഇപ്പോൾ ഷഹാദ ഫി ജാമിയ എന്ന് ജസ്റ്റ് ഒരു കമൻറ്റ് മിനിസ്ട്രി ഓഫ് ലേബറിൽ വരും. അപ്പോൾ നിങ്ങൾ ഗ്രാഫിക് ഡിസൈനർ കോഴ്സുകൾ, ഡിപ്ലോമ കോഴ്സുകളൊക്കെ, പിന്നെ ഈ കമ്പ്യൂട്ടർ കോഴ്സുകളൊക്കെ പഠിപ്പിക്കുന്ന GTech പോലുള്ള സ്ഥാപനങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ടാവും, ഡിപ്ലോമകൾ നിങ്ങൾ കരസ്ഥമാക്കുന്നുണ്ടാവും. പക്ഷേ ഇവിടെ വിസയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകൾ അറ്റസ്റ്റ് ചെയ്തിട്ട് ആ സമയവും എമൗണ്ടുകളും നിങ്ങൾ പാഴാക്കാതെ ഡിഗ്രി ഉണ്ടെങ്കിൽ ആ ഡിഗ്രി അറ്റസ്റ്റ് ചെയ്യുക. ഡിഗ്രി ഇല്ലെങ്കിൽ നിങ്ങൾ 10th or 12th അറ്റസ്റ്റ് ചെയ്തിട്ടും നിങ്ങളുടെ സമയം ചിലവഴിക്കരുത്. നിങ്ങൾ ചെയ്യേണ്ടത് നോർമൽ ഏതെങ്കിലും പോസ്റ്റ് ഇട്ടിട്ട് പിന്നെ ഡിഗ്രി വല്ല പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഡിസ്റ്റൻസ് ആയിട്ടോ മറ്റോ പഠിച്ചെങ്കിലും ഡിഗ്രി സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കി അറ്റസ്റ്റ് ചെയ്തിട്ട് വേണം ഇങ്ങനെയുള്ള പോസ്റ്റിന് അപ്ലൈ ചെയ്യാം. പിന്നെ ഡിപ്ലോമകൾ ആക്സെപ്റ്റ് ചെയ്യുന്ന ചില ഇതുണ്ട്, അതായത് പ്ലംബർ, ഇലക്ട്രീഷ്യൻ, അങ്ങനെയുള്ള ചില ഇതിനൊക്കെ ടെക്നിക്കൽ റിലേറ്റഡ് ഇതിനെല്ലാം ഡിപ്ലോമ അറ്റസ്റ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ എഞ്ചിനീയറായിട്ട് ഇപ്പോൾ സിവിൽ എഞ്ചിനീയർ ഡിപ്ലോമ ഉണ്ടാവും, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉണ്ടാവും. ചില ആളുകൾ പറയും എഞ്ചിനീയറായിട്ട് എനിക്ക് പോസ്റ്റ് കിട്ടണം, എൻ്റെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്തിട്ട് എനിക്ക് എഞ്ചിനീയറായിട്ട് കിട്ടുന്നില്ല. ആക്ച്വൽ പ്രോപ്പർ എഞ്ചിനീയറായിട്ട് ഒരു വിസ വേണമെങ്കിൽ BTech ഓർ BE വേണം, ബാച്ചലർ ഓഫ് ടെക്നോളജി ഓർ ബാച്ചലർ ഓഫ് എഞ്ചിനീയറിംഗ്, രണ്ടും ഒന്ന് തന്നെയാണ്. ചില യൂണിവേഴ്സിറ്റികൾ അതിനനുസരിച്ചുള്ള കോഴ്സിൻ്റെ പേരിൻ്റെ വ്യത്യാസമാണ്, ചെറിയ സിലബസിൽ ചെറിയൊരു മാറ്റം ഉണ്ടാകുന്നു മാത്രം.
എങ്കിലും ഡിപ്ലോമ വെച്ചിട്ട് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ വെച്ചിട്ട് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ആയിട്ട് ജോബ് കിട്ടുള്ളൂ, മെയിൻ എഞ്ചിനീയർ ആയിട്ട് പൊസിഷൻ കിട്ടില്ല. ഇതാണ് മിനിസ്ട്രി ഓഫ് ലേബറിലെ ആ ഒരു സ്പെസിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിലേക്ക് ഞാൻ ഒരു ആഡ് ഓൺ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ +2 സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്തതിന് ശേഷം പക്ഷേ ഇവർ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പറയുന്ന പോലെ എഞ്ചിനീയറിംഗ്, കാരണം അവർക്കറിയാം അവർ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ എക്സ്പീരിയൻസ് ഉണ്ടാകാം. അപ്പോൾ അവർക്ക് ആ ഒരു പൊസിഷൻ കൊടുത്തിട്ട് പക്ഷേ വിസ അടിക്കുമ്പോൾ അതിലുള്ള പേര് മാത്രം അസിസ്റ്റൻ്റ് എന്നോ മറ്റു പല പേരുകളാക്കുന്നു, പക്ഷേ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് മെയിൻ ജോബ് ആയിരിക്കും. അങ്ങനെ കുറേ ആളുകളുണ്ട്. ഇപ്പോൾ അക്കൗണ്ടൻ്റ് ആയിട്ട് ജോബ് ചെയ്യുന്നവരുണ്ടാവാം, ചിലപ്പോൾ നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും, അക്കൗണ്ടിങ് ഡിപ്ലോമ കഴിഞ്ഞവരായിരിക്കും, +2 കഴിഞ്ഞിട്ടൊക്കെ BCom എല്ലാം കഴിഞ്ഞിട്ട് ഡിപ്ലോമ കഴിഞ്ഞവർ. അക്കൗണ്ടൻറ്റ് ജോബിന് അക്കൗണ്ടൻ്റ് എന്നൊരു പോസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഈ പോസ്റ്റുകളെല്ലാം ഇവിടെ 2 വർഷം ജീവിക്കാനുള്ള ഒരു വിസ എന്നേ ഉള്ളൂ. വർക്ക് ചെയ്യുന്നതിലിപ്പോൾ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വർക്ക് മാറി ചെയ്യുന്നതിന് നിയമപരമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളുണ്ട്. അതായത് നമ്മളെ മുന്നേ പറഞ്ഞ പോലുള്ള സെപ്പറേറ്റ് മെഡിക്കൽ ആവശ്യമുള്ള, അതായത് ഒരു സ്കിന്നായിട്ട് റിലേറ്റ് ചെയ്ത് ഒരാൾ മറ്റൊരാളുടെ തൊലി തൊടുന്ന സ്വഭാവത്തിലുള്ള ഇപ്പം ടീച്ചേഴ്സ്, നേഴ്സുമാർ, ഡോക്ടർമാർ, അതൊന്നും മാറി വർക്ക് ചെയ്യാൻ പറ്റില്ല. അതിന് സെയിം പോസ്റ്റ് തന്നെ വേണം. അതുപോലെ തന്നെ ബാർബർ, സലൂണിലൊക്കെ ഉണ്ടാകുന്ന മാനിക്യൂറിസ്റ്റ്, പെഡിക്യൂറിസ്റ്റ്, ഫേഷ്യൽ ചെയ്യുന്ന ആൾ, മസാജ് ചെയ്യുന്ന ആളുകൾ, അവർക്കൊക്കെ കറക്റ്റ് ആ പോസ്റ്റ് തന്നെ വേണം. ആ പോസ്റ്റ് തന്നെ ഇപ്പോൾ മസാജിൻ്റെ ഡിപ്ലോമ മതി. അതുണ്ടെങ്കിൽ അത് തന്നെ പിന്നെ അതിന് പ്രധാനപ്പെട്ടതും അത് അറ്റസ്റ്റ് ചെയ്യണം. എന്നാൽ ഇപ്പോൾ ഒരു സെയിൽസ് ഓഫീസറായിട്ടാണ് ഒരാൾ ജോലി ചെയ്യുന്നത്, ഓക്കെ, അല്ല സെയിൽസ് മാനേജറായിട്ടാണ് ജോലി ചെയ്യുന്നത്, പക്ഷേ അദ്ദേഹത്തിൻ്റെ വിസ സെയിൽസ് ഓഫീസറാണ്. അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണ്, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ചെയ്യാം. ഡിഗ്രി ഇല്ലെങ്കിൽ പോസ്റ്റുകൾ മാറും, പക്ഷേ ജോബ് ചെയ്യുന്നതിനനുസരിച്ച് സാലറി കിട്ടുക എന്നുള്ള ഒരു കൺസെപ്റ്റിൽ അതിങ്ങനെ കടന്നു പോകും. എങ്കിലും ആളുകളൊക്കെ പ്രൊഫൈൽ വലുതാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനത്തെ ആളുകളാണ് പിന്നീട് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനൊക്കെ പഠിച്ച് ഡിഗ്രികളെല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നത്. പിന്നെ ചില കമ്പനികൾ +2 ആണെങ്കിൽ +2 അറ്റസ്റ്റ് ചെയ്യാൻ പറയും. അത് അവരുടെ ഒരു HR ഡിപ്പാർട്ട്മെന്റ് റൂളാണ്. അത് കമ്പനിയുടെ ആ ഒരു സ്റ്റാഫിന്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് അവർക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ആ ഒരു +2 സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്ത് മിനിസ്ട്രി ഓഫ് ലേബറിൽ കൊടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. കമ്പനി പോളിസി അനുസരിച്ചിട്ട് അവർ ആ ഒരു ജെനുവിനിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്, കൺഫേം ചെയ്യാൻ വേണ്ടി, നമ്മുടെ സ്റ്റാഫ് എത്രത്തോളം ക്വാളിഫൈഡ് ആണ് അറിയിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകുമ്പോൾ ഇതിനെപ്പറ്റി നമ്മൾ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്തു. ഇതുമായിട്ട് എത്തിയ സുഹൃത്തിന് കറക്റ്റായിട്ടുള്ള ആൻസർ ലഭിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോകുമ്പോൾ ഇതൊരു വിസ റിലേറ്റഡ് കാര്യമാണ്. ഫാമിലിയെ കൊണ്ടുവരാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ആൾക്ക് ഫ്ലാറ്റ് എഗ്രിമെന്റ് ഇല്ല. അപ്പോൾ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളതാണ് ആൾ ചോദിച്ചിട്ടുള്ളത്. ഫാമിലിനെ കൊണ്ടുവരാൻ നോർമലി ഫ്ലാറ്റ് എഗ്രിമെൻ്റ് നിർബന്ധമാണ്. ഒരു വർഷം മുന്നേ വരെ ദുബായ് ഗവൺമെൻറ് വളരെ നിർബന്ധമായിട്ട് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, ഫ്ലാറ്റ് എഗ്രിമെൻ്റ് നിർബന്ധമാണ്. അപ്പം വൈഫിന് 1-2 കുട്ടികളുണ്ടെങ്കിൽ 1 BHK അല്ലെങ്കിൽ സ്റ്റുഡിയോ ആയാലും മതി, സ്വന്തം പേരിൽ ഫ്ലാറ്റ് എഗ്രിമെൻറ്റ് വേണം. അത് ദുബായിലുള്ള വിസക്കാരന് അജ്മാനിലോ ഷാർജയിലോ അത് അവൻ്റെ ഇഷ്ടത്തിന് എവിടെയും താമസിക്കാം, അബുദാബിയിലോ. പക്ഷേ എഗ്രിമെൻറ്റ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ എന്നൊരു സ്ഥിതി ദുബായിലുണ്ടായിരുന്നു. ഇപ്പോൾ അത് ദുബായ് എടുത്തു കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലാറ്റ് എഗ്രിമെൻറ്റിൻ്റെ ആവശ്യം പറയുന്നില്ല, പക്ഷേ മറ്റുള്ള എല്ലാ എമിറേറ്റ്സിലും ഇപ്പോഴും നിർബന്ധമാണ്. ഇത് ചോദിച്ച ആൾ ദുബായിലുള്ള ആളാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല, നമുക്ക് വിസ അടിക്കണമെങ്കിൽ എഗ്രിമെൻ്റ് ഇല്ലാതെ ചെയ്യാൻ പറ്റും. എന്നാൽ പേരൻസിനെ കൊണ്ടുവരുമ്പോൾ എഗ്രിമെൻറ്റ് ചോദിക്കുന്നുണ്ട്. അതും 1 BHK സ്റ്റുഡിയോ പറ്റില്ല, 2 BHK വേണം. കാരണം ഒരു റൂമിൽ എന്തായാലും ഫാമിലി ഉണ്ടാവുമല്ലോ, അടുത്ത റൂമിൽ കിടക്കാനൊരു ഇടം വേണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് മിനിമം 2 BHK ഹാൾ ഉള്ള ഒരു ഫ്ലാറ്റുള്ള ഒരാൾക്ക് മാത്രമേ പേരൻസിനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഫാമിലിനെ കൊണ്ടുവരുമ്പോൾ ദുബായിലാണെങ്കിൽ ഫ്ലാറ്റ് എഗ്രിമെൻറ്റ് നിർബന്ധമല്ല, മറ്റുള്ള എല്ലാ എമിറേറ്റ്സിലും ഇപ്പോഴും നിർബന്ധമാണ്. ഇത് വിസിറ്റ് വിസയ്ക്ക് ഉള്ള ഒരു കാര്യമല്ല, അവരുടെ അണ്ടറിൽ. യെസ്, അപ്പോൾ ഈ ആളുടെ അണ്ടറിൽ അവർക്ക് വിസ എടുക്കുകയാണെങ്കിലുള്ള കാര്യം. അതെ, റെസിഡൻസ് വിസക്ക് മാത്രം. വിസിറ്റ് വിസക്ക് പാസ്പോർട്ടും ഫോട്ടോഗ്രാഫ് ഉണ്ടെങ്കിൽ ചെയ്ത്. കാരണം നമ്മൾ ഒരുപാട് കാണുന്നതാണ്, വിസിറ്റ് വിസയ്ക്ക് ഫാമിലി വരുന്നു, അവർ ചിലപ്പോൾ ഒരു 1 or 2 month നിൽക്കുന്നതിന് റെന്റ് എടുത്തിട്ട് നോർമൽ ഒരു സ്ഥലത്തോ അല്ലെങ്കിൽ ഒരു റൂമിൽ അഡ്ജസ്റ്റ് ചെയ്ത് ആളുകളുടെ ബജറ്റ് അനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യാവുന്നതാണ്. നിയമപരമായിട്ട് റെസിഡൻസ് വിസക്ക്, പെർമനന്റ് വിസക്കാണ് ഇത് ചോദിക്കുന്നത്. പക്ഷേ ദുബായിൽ ഇപ്പോൾ ഒരു വർഷമായിട്ട് ചോദിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ചോദിച്ച ആള് ദുബായിലാണെങ്കിൽ പ്രശ്നമില്ല, മറ്റ് എമിറേറ്റ്സിലാണെങ്കിൽ ഈ ചോദിച്ച ആള് ദുബായിലാണ്, പാരന്റ്സിനാണ് കൊണ്ടുവരേണ്ടതെങ്കിൽ വേണം. അത് എല്ലാ എമിറേറ്റിലും അങ്ങനെയാണ്, എല്ലാ എമിറേറ്റ്സിലും 2 BHK നിർബന്ധമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത നെക്സ്റ്റ് ഡൗട്ട് എന്ന് പറയുന്നത് ഫ്രീ സോൺ. നമുക്ക് കേട്ട് ഇപ്പോൾ വളരെയധികം പല ഫ്രീ സോണുകളും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്രീ സോണും ഡെസിഗ്നേറ്റഡ് ഫ്രീ സോണും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണ്?
അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ മാർക്കറ്റിൽ ബിസിനസ് സെറ്റപ്പ് എന്ന് പറയുമ്പോൾ ഫ്രീ സോണുകൾ, പല ഫ്രീ സോണുകളും മുളച്ചു പൊന്തിയ ഒരു കാലഘട്ടമാണ്. അത് ഗവൺമെൻറ് ഓൺ ഫ്രീ സോണുകളുണ്ട്, പ്രൈവറ്റ് ഹാഫ് അതായത് സെമി ഗവൺമെൻറ് ഫ്രീ സോണുകളുണ്ട്. നോർമലി ഈ സെമി ഗവൺമെൻറ് ഫ്രീ സോണുകളാണല്ലോ നോർമലി ഒരു പ്രൈവറ്റ് കാറ്റഗറിയിൽ വന്ന് അവർ ആ ഒരു മാർക്കറ്റിങ്ങിൻ്റെ സ്ട്രാറ്റജിയെ മാറ്റി 4000 ദിർഹംസിന് ഫ്രീ സോൺ ലൈസൻസ്, 5000 ദിർഹംസിന് ഫ്രീ സോൺ ലൈസൻസ്, 4999 ലൈസൻസ്, 8000 ദിർഹംസിന് ലൈസൻസ് വിത്ത് ലൈഫ് ടൈം വിസ. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. അപ്പോൾ ഇതിങ്ങനെ ആളുകൾ കാണുമ്പോൾ പിന്നെ അത് മാത്രമല്ല അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ടാക്സ് ഫ്രീ ഏരിയ എന്നുള്ളത്. അത് ഫ്രീ സോൺ ടു ഫ്രീ സോൺ ബില്ല് ചെയ്യുമ്പോൾ ടാക്സ് ഫ്രീ ആണ്. അതുപോലെ ഫ്രീ സോണിന് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോഴും ടാക്സ് ഫ്രീ ആണ്. ഫ്രീ സോണിലുള്ളൊരു കമ്പനി മെയിൻലാൻഡിലുള്ളൊരു കമ്പനിയിലേക്ക് ബിസിനസ് ചെയ്യുമ്പോഴാണ് ടാക്സ് കൊടുക്കേണ്ടത്. ഇവിടെ നമുക്ക് കോർപ്പറേറ്റ് ടാക്സിൻ്റെ ഒരു കാര്യത്തിൽ നമ്മളത് മുന്നേ അത് ചർച്ച ചെയ്ത് പോയ കാര്യമാണ്. അത് പല ആളുകളും പല ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതുകൊണ്ടാണ് വീണ്ടും സെയിം ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഫ്രീ സോൺ തന്നെ നമുക്ക് ദുബായിൽ എടുക്കുകയാണെങ്കിൽ ജബലലി ഫ്രീ സോൺ ഉണ്ട്. അത് ജബലലി പോർട്ടുമായിട്ട് കണക്ട് ചെയ്ത ഫ്രീ സോണാണ്. അവിടെ ഒരു പിന്നെ കണ്ടെയ്നർ ഇറങ്ങിയാൽ അല്ലെങ്കിൽ ഒരു ഷിപ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് ഫ്രീ സോണിൻ്റെ പുറത്തേക്ക് പോകുമ്പോൾ ആ ഫ്രീ സോൺ ഒരു കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഈ കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റിലൂടെ ക്രോസ് ചെയ്ത് ഈ പ്രൊഡക്റ്റ് എല്ലാം പുറത്തേക്ക് വരുള്ളൂ. അതായത് ഒരു എക്സ്പോർട്ട് ഓർ ഇമ്പോർട്ടിൻ്റെ ആ ഒരു സ്റ്റാൻഡേർഡിലൂടെയാണ് കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റിലൂടെ കടന്നു പോകുക. അതുപോലെ ദുബായ് എയർപോർട്ട് ഫ്രീ സോൺ ഡഫ്സ എന്ന് പറയും, ജഫ്സ ആൻഡ് ഡഫ്സ. ദുബായ് എയർപോർട്ട് ഫ്രീ സോണും അതുപോലെ തന്നെ എയർ പാക്കേജ് വരുമ്പോൾ ഷിപ്മെൻറ്റ് വരുമ്പോൾ അതുപോലെ കസ്റ്റംസ് കവർ ചെയ്തിട്ടാണ് ഈ ഡഫ്സയിൽ നിന്നും സാധനങ്ങൾ പുറത്തിറങ്ങുന്നത്. എന്നാൽ മറ്റുള്ള കുറച്ച് ഫ്രീ സോണുകളുണ്ട്. അതായത് ഡ്യൂക്ക് ഫ്രീ സോണുണ്ട്. അത് കിങ് എലിസബത്ത് ഷിപ്പിൽ ഉള്ള ഒരു ഫ്രീ സോണാണ്, ചെറിയൊരു ഫ്രീ സോണാണ്. അത് ദുബായ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് അണ്ടറിൽ വരുന്ന ഫ്രീ സോണാണ്, പോർട്ട് ആൻഡ് കസ്റ്റംസിൻ്റെ അണ്ടറിൽ. അതുപോലെ മെയ്ദാൻ ഫ്രീ സോണുണ്ട്. മെയ്ദാൻ ഫ്രീ സോണ് ദുബായ് മെയ്ദാനിൽ ഒരു ബിൽഡിംഗ് ആണത്. അതിന് വേറെ ഒരു കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ ഒരു പോർട്ടായിട്ടോ കണക്റ്റഡ് അല്ല. അതുപോലെ ഇൻ്റർനാഷണൽ ഫ്രീ സോൺ അതോറിറ്റി ഉണ്ട് ദുബായ് സിലിക്കൺ ഒയാസിസിൽ. അത് നന്നായിട്ട് മാർക്കറ്റ് ചെയ്ത് ഒരുപാട് ആളുകൾ അറിയുന്ന ഒരു ഫ്രീ സോണാണ് ഇഫ്സ. എക്സ്പ്രസ് ഗ്രൂപ്പ് തന്നെ ഒരുപാട് ലൈസൻസുകൾ ഇഫ്സ വഴി ചെയ്തിട്ടുണ്ട്. അത് ദുബായ് സിലിക്കൺ ഒയാസിസിലുള്ള ഒരു ബിൽഡിംഗ് ആണ്. അതും പോർട്ടായിട്ടോ അല്ലെങ്കിൽ എയർപോർട്ടായിട്ടോ സീ പോർട്ടായിട്ടോ ഒന്നും കണക്റ്റഡ് അല്ല. അത് ജസ്റ്റ് ഒരു ബിൽഡിംഗ് ആണ്. ആ ബിൽഡിങ്ങിനുള്ളിൽ കുറച്ച് ഓഫീസുകളും കാര്യങ്ങളുമാണ്. അപ്പം ഈ പോർട്ടുകളായിട്ട് കണക്ട് ചെയ്യാത്ത കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റ് സെപ്പറേറ്റ് ഇല്ലാത്ത ഫ്രീ സോണാണ് നോർമൽ ഫ്രീ സോൺ എന്ന് പറയുന്നത്. എന്നാൽ കസ്റ്റംസും പോർട്ടുമായിട്ട് കണക്ട് ചെയ്യുന്ന അതത് കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റ് കണക്ട് ചെയ്ത് മാനേജ് ചെയ്യുന്ന ഫ്രീ സോണുകൾക്കാണ് ഡെസിഗ്നേറ്റഡ് ഫ്രീ സോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഡെസിഗ്നേറ്റഡ് ഫ്രീ സോണിന് മറ്റൊരു ഡെസിഗ്നേറ്റഡ് ഫ്രീ സോണിലേക്ക് ബിസിനസ് ചെയ്യുമ്പോൾ നിയമം വ്യത്യാസമുണ്ട്. നോർമൽ ഫ്രീ സോൺ ടു അതർ ഫ്രീ സോണിലേക്ക് ബിസിനസ് ചെയ്യുമ്പോഴും വ്യത്യാസമുണ്ട്. അത് നമുക്ക് എന്തെങ്കിലും ഇതുപോലെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഇത് തന്നെയാണ് ഞാൻ ആദ്യം നമ്മുടെ ഷോ ഇന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞത്. നമ്മൾ ഒരുപാട് ബിസിനസ് അല്ലേ, ബിസിനസ് എന്ന് നമ്മൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് ബിസിനസ് എന്ന് കേൾക്കുമ്പോൾ പക്ഷെ അതിന് വേരിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ പല വെറൈറ്റീസ് ആണ്. അതായത് കറക്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പെർട്ട് അഡ്വൈസ് കിട്ടിയിട്ടില്ലെങ്കിൽ അറിയാത്തവൻ പെടുന്ന ഒരു ടൈപ്പ് ഏരിയ ആണത്. കാരണം ഫ്രീ സോൺ ടാക്സ് ഫ്രീ എന്ന് പറയുമ്പോൾ ആളുകൾ ആദ്യം ഫ്രീ സോണിൻ്റെ റേറ്റുകൾ നോക്കും. അപ്പോൾ 4999 കിട്ടാനുണ്ട്, ഷംസ് ഉണ്ട്, ഷാർജ മീഡിയ സിറ്റി ഉണ്ട്, ഷാർജ പബ്ലിഷിംഗ് സിറ്റി ഉണ്ട്, SPC ഉണ്ട്, ഷാർജ ബുക്ക് അതോറിറ്റിൻ്റെ അണ്ടറിൽ വരുന്നത്. ഇതൊക്കെ ഒന്നും ഡെസിഗ്നേറ്റഡ് ഫ്രീ സോൺ അല്ല, നോൺ ഡെസിഗ്നേറ്റഡ് ആണ്. അപ്പോൾ ഇവർക്ക് ടാക്സ് ഫ്രീ അല്ല. അതൊക്കെ പെട്ടുപോകും, അറിയുന്നുണ്ടാവും. ശരിക്കും ഇങ്ങനെ ലൈസൻസും കാര്യങ്ങളും എടുക്കുമ്പോൾ നല്ലൊരു എക്സ്പെർട്ട് അഡ്വൈസ് ആദ്യം കിട്ടിയിട്ട് വേണം, ഇത് കണക്ട് ചെയ്തിട്ട് വേണം എല്ലാ കാര്യങ്ങളും തീരുമാനം എടുക്കാൻ. അപ്പോൾ നിങ്ങൾ ഒരു ബിസിനസ്, നിങ്ങളോ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയോ ആരെങ്കിലും ബിസിനസ് ആവട്ടെ മറ്റു കാര്യങ്ങളാവട്ടെ അന്വേഷിക്കുമ്പോൾ എപ്പോഴും മേക്ക് ഷുവർ ചെയ്യേണ്ട ഒരു കാര്യം, യു ആർ ടേക്കിംഗ് അഡ്വൈസ് ഫ്രം ദ വെരി റൈറ്റ് പേഴ്സൺ. അപ്പോൾ ഞങ്ങളിലൂടെ നിങ്ങൾ എത്തുകയാണെങ്കിൽ ഇതാ ഞങ്ങൾ ഓൾറെഡി ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ടീമിനെ തന്നെ നമ്മളിവിടെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്, എക്സ്പ്രസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. എപ്പോഴും മേക്ക് ഷുവർ ചെയ്യണം അല്ലേ സാർ? അതിപ്പോൾ സാറാണെങ്കിലും ആരാണെങ്കിലും അവരെപ്പോഴും മേക്ക് ഷുവർ ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ റൈറ്റ് ആളിൽ നിന്നിട്ട് തന്നെ അഡ്വൈസ് എടുക്കുക. അപ്പോൾ മറ്റ് പല നഷ്ടങ്ങളും നിങ്ങൾക്ക് സേവ് ചെയ്യാനായി പറ്റുന്നതായിരിക്കും. അടുത്തൊരു ചോദ്യം വളരെ ഇപ്പോൾ എല്ലാവരുടെ മനസ്സിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു ചോദ്യമാണ്, എല്ലാവർക്കും കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കോർപ്പറേറ്റ് ടാക്സ് അല്ലേ? ഒരു കാര്യമായിട്ട് ഈ ഒരു വർഷം തുടങ്ങിയാണ് ശരിക്കും അത് പ്രാബല്യത്തിൽ വരുന്നത്. ജനുവരി ടു ഡിസംബർ 2024 ജനുവരി മുതൽ 2024 ഡിസംബർ വരെയുള്ള ബിസിനസിന്റെ കണക്കുകൾ നമ്മൾ സൂക്ഷിച്ചിരിക്കണം. ഇതുവരെ UAE നമ്മൾ ചെയ്ത ബിസിനസ് പോലെയല്ല. 2023 വരെ നിങ്ങൾക്ക് ബുക്കെല്ലാം മാറ്റിവെക്കാം, അതിനൊരു സോഫ്റ്റ്വെയറോ അല്ലെങ്കിൽ ഒരു അക്കൗണ്ടൻറ്റോ ഇല്ലെങ്കിൽ പ്രശ്നമല്ല. എന്നാൽ 2024 മുതൽ ഗവൺമെൻറ്റിന് നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കാനുള്ള അധികാരമാണ് ഈ ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ്.
അപ്പം അത് 2024 മൊത്തത്തിലുള്ള ബിസിനസ് 2025 സെപ്റ്റംബറിന് മുന്നായിട്ട് ഫയൽ ചെയ്തിരിക്കണം. അത് 3,70,75,000 ദിർഹംസിൻ്റെ മുകളിൽ നെറ്റ് പ്രോഫിറ്റ് ഉള്ള ആളുകൾ ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിച്ച് അതിൻ്റെ എത്രയാണോ എക്സ്ട്രാ വരുന്നത് അതിൻ്റെ 9% ടാക്സ് ആയിട്ട് അടയ്ക്കാൻ വേണം. നെറ്റ് പ്രോഫിറ്റ് ഉണ്ട്. ഞാൻ നമുക്ക് കോർപ്പറേറ്റ് ടാക്സിനെ കുറിച്ചൊരു കറക്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ സാർ തന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ അതിൻ്റെ ഒരു ചോദ്യത്തിലേക്ക് വരുന്നത് സർ ചോദ്യമായിട്ടില്ല. ചോദ്യത്തിലേക്ക് വരുമ്പോൾ കോർപ്പറേറ്റ് ടാക്സ് എല്ലാ കമ്പനികൾക്കും നിർബന്ധമാണെന്ന് പറയുന്നു, ശരിയാണോ? അതിപ്പോൾ ഓൾറെഡി സാർ പറഞ്ഞു യെസ് നിർബന്ധമാണ്. ഇനി സാർ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അത് അറ്റ് പ്രസന്റ് എല്ലാ കമ്പനികൾക്കും നിർബന്ധമല്ല. നിർബന്ധമല്ല? അല്ല. ഓ ഓക്കെ. അപ്പോൾ എൻ്റെ റോങ് ഇൻഫർമേഷൻ. യെസ്, എനിക്കൊരു റോങ് ഇൻഫർമേഷൻ കിട്ടിയതാണ്. എല്ലാ കമ്പനികൾക്കും നിർബന്ധമാണ്. കോർപ്പറേറ്റ് ടാക്സ് രജിസ്റ്റർ ചെയ്യേണ്ടത് ഇപ്പോൾ LLC കമ്പനികൾക്ക് മാത്രമാണ് നിർബന്ധം. എല്ലാ ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനികളും കോർപ്പറേറ്റ് ടാക്സ് രജിസ്റ്റർ ചെയ്യൽ നിർബന്ധമാണ്. പിന്നെ മറ്റുള്ള ലൈസൻസ് എന്ന് പറയുന്നത് സോൾ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, സിംഗിൾ ഓണർ സോൾ എസ്റ്റാബ്ലിഷ്മെൻറ്റ് കമ്പനി, അല്ലെങ്കിൽ സർവീസ് ലൈസൻസ്, വക്കീൽ ഹിദ്മാത്ത് എന്ന് പറയും, ലോക്കൽ ഏജൻറ്റിനെ വെച്ച് ചെയ്യുന്നത്. ഈ രണ്ടിനും ഇപ്പോൾ നിർബന്ധമാക്കിയിട്ടില്ല, അത് വൈകാതെ വരും. പക്ഷേ ഇപ്പോൾ LLC കമ്പനികൾക്ക് നിർബന്ധമാണ്. കൂടാതെ പുതിയതായിട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ ലൈസൻസുകൾക്കും 60 ഡേയ്സിൻ്റെ ഉള്ളിൽ കോർപ്പറേറ്റ് ടാക്സ് രജിസ്റ്റർ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ഫൈൻ കിട്ടും. LLC കമ്പനികൾക്ക്. അപ്പോൾ സാറ് പറഞ്ഞത് നമ്മുടെ നാട്ടിലെ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റമാണ് ഇവിടെ ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ആളുടെ ചോദ്യത്തിനുള്ള ആൻസർ എന്ന് പറയുന്നത് എല്ലാ കമ്പനികൾക്കുമല്ല, LLC ആണെങ്കിൽ നിർബന്ധമാണ്. ഞാനും ഞെട്ടി, ചിലപ്പോൾ കേട്ടിട്ടുള്ള ആളും മറ്റു പല വ്യൂവേഴ്സും ഞെട്ടിയിട്ടുണ്ടായിരിക്കും. ഓക്കെ. അപ്പോൾ നമുക്ക് പക്ഷേ ഇതിനെ സംബന്ധിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, ഇനി വരാനിരിക്കുന്നുണ്ടാവും. കാരണം ഒരുപാട് ആളുകൾ നമ്മൾ കോർപ്പറേറ്റ് ടാക്സിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഈ രീതിയിലുള്ള ആൻസർ പറഞ്ഞിട്ടില്ല. മാത്രമല്ല സാർ അല്ലേ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലേ, കോർപ്പറേറ്റ് ടാക്സ് റിലേറ്റഡ് സർവീസ് എക്സ്പ്രസ് ഗ്രൂപ്പ് ഓഫ് ടാക്സ് സർവീസും കംപ്ലയൻസും എല്ലാം ചെയ്യുന്നുണ്ട്, രജിസ്ട്രേഷനും വാറ്റും എല്ലാം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ സംശയം ഞങ്ങളിലേക്ക് എത്തിക്കാൻ മാത്രമല്ല സാറിനെ ഡയറക്റ്റ് ആയിട്ട് വിളിച്ച് കോൺടാക്ട് ചെയ്യാം. അവർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സാറിനെ ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്പർ ഓൾറെഡി നമ്മൾ സ്ക്രീനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് പോകുമ്പോൾ ഇത് ലൈസൻസ് ലിക്വിഡേഷൻ എന്നുള്ളൊരു ടോപ്പിക് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ മറ്റൊരു ചോദ്യമാണ് ലൈസൻസ് ക്യാൻസൽ ചെയ്യുന്ന പ്രോസസ്, അതാണ് ലിക്വിഡേഷൻ എന്ന് പറയുന്നത്. ലൈസൻസ് ലിക്വിഡേഷൻ ചെയ്യാൻ ഓഡിറ്റ് റിപ്പോർട്ട് നിർബന്ധമാണോ എന്നുള്ളതാണ് ആളുടെ ചോദ്യം. ഇപ്പോൾ ജസ്റ്റ് മുന്നേ നമ്മൾ പറഞ്ഞ പോലെ കോർപ്പറേറ്റ് ടാക്സ് LLC കമ്പനികൾക്ക് നിർബന്ധമുള്ളതുപോലെ ലിക്വിഡേഷന് ഓഡിറ്റ് റിപ്പോർട്ട് നിർബന്ധമാണ് LLC കമ്പനി ആണെങ്കിൽ. അത് സോൾ എസ്റ്റാബ്ലിഷ്മെൻറ്റോ വക്കീൽ ഹിദ്മാത്ത് സർവീസ് ഏജൻസി എഗ്രിമെൻറ്റ് ലൈസൻസോ ആണെങ്കിൽ ഓഡിറ്റ് റിപ്പോർട്ട് ഇല്ലാതെ തന്നെ നമുക്ക് ലിക്വിഡേറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഒറ്റ വാക്കിലുള്ള ഉത്തരമാണ് LLC കമ്പനികളാണെങ്കിൽ ഓഡിറ്റ് റിപ്പോർട്ട് നിർബന്ധമുള്ളൂ, അല്ലെങ്കിൽ അത് കുഴപ്പമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നോർമലി ഒരു ലൈസൻസ് ലിക്വിഡേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു 10,000 കോസ്റ്റ് വരുന്നുണ്ട് LLC കമ്പനി ആണെങ്കിൽ. അത് ഈ ഓഡിറ്റ് റിപ്പോർട്ട് അടക്കമാണ് വരുന്നത്. അതല്ലെങ്കിൽ നമുക്കൊരു 5,000 ദിർഹംസിന് താഴെ വരും. ഇതുവരെ അങ്ങനെയാണ് ഇവിടുത്തെ നിയമം എന്നല്ലേ സാർ? നാളെ ഇനി എങ്ങനെയാവും, അതെ നാളെ എന്താവും എന്നുള്ളത് സാറും ഇപ്പോൾ ഗ്യാരണ്ടി ചെയ്യുന്നൊരു കാര്യമല്ല. അവരെന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നും നമുക്ക് വേണ്ടി എന്തെല്ലാം നമുക്ക് ഈസിനെസ് ചെയ്യാൻ പറ്റുമോ അത് അവർ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അത് ഞാനിപ്പോൾ അത് എടുത്തു പറയാനുള്ളൊരു കാരണം, ഇന്ന് വരെ എന്ന് എടുത്തു പറയാൻ കാരണം നമ്മൾ സാറിനറിയാം, നമ്മൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ലൈവ് ഇടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഷോ ചിലപ്പോൾ അവർ കാണുന്നത് മേ ബി ആഫ്റ്റർ മന്ത് ആയിരിക്കാം. ആ സമയത്ത് ചിലപ്പോൾ സെയിം ലോ ആയിരിക്കണമെന്നില്ല. ഇന്നത്തെ നിയമം ഇതാണ്, നമുക്ക് രണ്ടുപേർക്കും പറയാൻ പറ്റില്ല, ടിവിക്കും പറയാൻ പറ്റില്ല. അതെ. അപ്പോൾ നിങ്ങളത് ഈ ഒരു ഡേറ്റിന് നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഏത് ഡേറ്റിനാണ് കാണുന്നതെന്നും ഏത് ഡേറ്റിനാണ് ഈ ഒരു ലൈവ് അപ്ലോഡ് ആക്കിയിട്ടുള്ളതെന്നും ഡിഫറൻസ് ഉണ്ടെങ്കിൽ സാറിനെ വിളിക്കണം നിങ്ങൾ, എന്നിട്ട് മാത്രം തീരുമാനങ്ങൾ എടുക്കുക, അല്ലേ സർ? യെസ്. അപ്പോൾ അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് എഗെയിൻ ഡിഗ്രി നമ്മൾ ഇരുന്ന് ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഡിഗ്രി വിസ അല്ലേ, ഡിഗ്രിയും വിസയും. യെസ്. അപ്പോൾ ഡിഗ്രി ഇല്ലെങ്കിൽ നല്ല പൊസിഷനിൽ വിസ കിട്ടാൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് ഫാമിലി വിസ കിട്ടാൻ ബുദ്ധിമുട്ടാകുമോ എന്നുള്ളതാണ് ആളുടെ ചോദ്യം. മുന്നേ ഒരു കൺസെപ്റ്റ് ഉണ്ട്, ഞാൻ ഇപ്പോൾ ജസ്റ്റ് മുന്നേ പറഞ്ഞ പോലെ UAE ഓരോ ദിവസം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഓരോന്നും ഈസി ആക്കി തരുന്ന ഒരു കൺസെപ്റ്റാണ് അവിടെ ഉള്ളത്. അതുകൊണ്ടാണല്ലോ നമ്മളെല്ലാവരും ഇവിടെ തന്നെ ജീവിച്ചു പോകുന്നത്. നാട്ടിൽ പോകാൻ ആഗ്രഹമില്ലാതെ ഇവിടെ ജീവിച്ചു പോകുന്നത് അതുകൊണ്ടാണ് ഏറെക്കുറെ ആളുകൾ. പിന്നെ നമുക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇല്ല എങ്കിൽ നല്ല പൊസിഷൻ കിട്ടില്ല. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇപ്പോൾ സെയിൽസ് ഓഫീസർ ആവാം, ചിലപ്പോൾ അസിസ്റ്റൻ്റ് ആവാം. പക്ഷേ അത് ഇപ്പോൾ ഇവിടെ ബാധകമല്ല. മുന്നേ എഞ്ചിനീയർ, ഡോക്ടർ, ടീച്ചർ, നേഴ്സ് ഇങ്ങനെയുള്ള പോസ്റ്റുകൾക്ക് മാത്രമായിരുന്നു ഫാമിലി വിസ കൊടുത്തിരുന്നത്. അപ്പോൾ നമുക്ക് തന്നെ അത് ആലോചിച്ചാൽ മനസ്സിലാവും. ഒരു 4,000 ദിർഹംസ് ഉള്ള ഒരു നേഴ്സിന് അല്ലെങ്കിൽ ഒരു 15,000-20,000 ദിർഹംസ് ഉള്ള ഒരു ഡോക്ടർക്ക്
എഞ്ചിനീയർക്ക് ഫാമിലിനെ കൊണ്ടുവരാൻ പറ്റും. ഒരു സെയിൽസ് ഓഫീസർക്ക് അല്ലെങ്കിൽ സെയിൽസ് സ്റ്റാഫിന് ചിലപ്പോൾ കമ്മീഷനായിട്ട് ഇതിനെക്കാട്ടും കൂടുതൽ എമൗണ്ട് കിട്ടുന്നുണ്ടാവും. എന്തുകൊണ്ട് അവർക്ക് ഫാമിലിനെ കൊണ്ടുവന്നൂടാ? പോസ്റ്റ് അല്ലല്ലോ ഫാമിലിനെ കൊണ്ടുവരുന്നത്. നമ്മൾ ജീവിക്കുന്നത് ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡ് അപ്പോൺ ദ ബഡ്ജറ്റ് ക്യാഷ് അല്ലേ? അപ്പോൾ നമ്മുടെ സാലറി അനുസരിച്ചിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റണം. അത് ഗവൺമെൻറ് മനസ്സിലാക്കി അത് ചേഞ്ച് ചെയ്തു. ഇപ്പോൾ പൊസിഷൻ അനുസരിച്ചല്ല നമുക്ക് ഫാമിലി വിസ. അതുകൊണ്ട് ഡിഗ്രി ഇല്ലാത്ത ഒരാളാണിത് ചോദിച്ചതെങ്കിൽ അദ്ദേഹം പേടിക്കേണ്ട, ഉള്ള പോസ്റ്റ് തന്നെ മതി. സാലറി 4000 ദിർഹംസിൻ്റെ മുകളിലുണ്ടായാൽ നമുക്ക് ഫാമിലി വിസയിൽ കൊണ്ടുവരാം. ഇത് ഇന്ന എമിറേറ്റ് എന്നുള്ളതാണോ അല്ലെങ്കിൽ നോർമലി എല്ലാ എമിറേറ്റ്സിനും ഇത് തന്നെയാണ് 4000 ദിർഹംസ് ആണ് ആ ഒരു ബൗണ്ടറി വെച്ചിരിക്കുന്നത്. ഇത് ഫാമിലിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ഭാര്യയും മക്കളെയും കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അത് പാരൻസിനെ കൊണ്ടുവരുമ്പോൾ 10,000 ദിർഹംസ് മിനിമം കാണിക്കണം. അത് ഭാര്യയുടെ പാരൻസ് ഇപ്പോൾ ഫാദർ ഇൻ ലോ മദർ ഇൻ ലോ ഒക്കെ ആണെങ്കിൽ 20,000 കാണിക്കണം. ഇതൊരു അഗൈൻ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ബേസിക് സാലറി ആണോ 4,000? കുഴപ്പമില്ല. പിന്നെ പാരന്റ്സിനെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ 10,000 എന്നിപ്പോൾ സാറ് പറഞ്ഞത് ഇതൊരു എംപ്ലോയിയുടെ കേസിലാണ്. എംപ്ലോയർ ആണെങ്കിൽ സാലറി സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ലൈസൻസും മെമ്മറാണ്ടവും കാണിച്ചാൽ മതി. മെമ്മറാണ്ടത്തിൽ മിനിമം 60,000 ദിർഹംസിന്റെ ഷെയർ വാല്യൂ ഉണ്ടെങ്കിലാണ് പാർട്ണർ വിസ കിട്ടുക. അപ്പോൾ അത് ഓൾറെഡി അതിലുണ്ടാവും. അത് ജസ്റ്റ് അപ്ലോഡ് ചെയ്ത് കമ്പനിയുടെ ഒരു ലേറ്റസ്റ്റ് 3 മന്ത് സ്റ്റേറ്റ്മെന്റ് കാണിച്ചാൽ മതി. ആള് ഫിനാൻഷ്യലി സൗണ്ട് ആണെന്ന് അറിയാം. അപ്പോൾ പാരന്റ്സിനുള്ളത് അത് അങ്ങനെയാണ്. അത് എൻ്റെ ഒരു ഭാഗത്തു നിന്നുള്ള അതിൽ തന്നെ ഞാനൊന്ന് കൂട്ടി വായിക്കാം. ഇപ്പോൾ നമ്മുടെ നോർമലി വിസ എടുക്കുന്നതിലും 3,000 ദിർഹംസ് പെർ ഹെഡ് റീഫണ്ടബിൾ ഡെപ്പോസിറ്റ് അടയ്ക്കണം ഓണർ ആണെങ്കിൽ. പാർട്ണർ വിസയിലാണ് ഒരാളെങ്കിൽ ഓരോ ഫാമിലി മെമ്പറിനെ കൊണ്ടുവരുമ്പോഴും 3,000 ഡെപ്പോസിറ്റ് അടയ്ക്കണം. ബാക്കിയെല്ലാം സെയിം ആണ്. ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആണ്, പക്ഷേ അത് റീഫണ്ടബിൾ ആണ്. വിസ ക്യാൻസൽ ചെയ്യുമ്പോൾ റീഫണ്ട് കിട്ടും. ഓക്കെ, അതൊരു ആഡ് ഓൺ ഇൻഫർമേഷനും കൂടെ ആയിരുന്നു കാണുന്ന എല്ലാ. അതിൽ ഒന്നും കൂടി ഞാൻ ആഡ് ചെയ്യാം. ഇപ്പോൾ ഫാമിലിനെ കൊണ്ടുവരുമ്പോഴാണ് ഈ 3,000. അത് പാരൻസിനെ കൊണ്ടുവരുമ്പോൾ അതൊരു ഓവറേജ് ആവില്ല, എന്തായാലും 55 വയസ്സിന് മുകളിലുണ്ടാവും. അപ്പം 5,000 ദിർഹംസ് ഡെപ്പോസിറ്റ് അടയ്ക്കണം പെർ ഹെഡ്. അത് പാർട്ട്നേഴ്സിന് മാത്രമല്ല നോർമൽ എംപ്ലോയീസിനും പാരൻസിനെ കൊണ്ടുവരുമ്പോൾ 5,000 ദിർഹംസ് ഡെപ്പോസിറ്റ് റീഫണ്ടബിൾ ഡെപ്പോസിറ്റ്. അത് ഈ ഒരു 2 ഇയർ വിസയ്ക്കാണ്. അപ്പോൾ നമ്മൾ റിന്യൂ ചെയ്യുമ്പോഴാണോ അത് നമുക്ക് റീഫണ്ട്? അല്ല, റിന്യൂ ചെയ്യുമ്പോഴല്ല, ക്യാൻസൽ ചെയ്യുമ്പോൾ മാത്രമേ കിട്ടുള്ളൂ. നമ്മൾ അടച്ച എമൗണ്ട് ഒരു 25 വർഷത്തോളം ഡിപ്പെൻഡൻസ് ഇവിടെ തന്നെ ഉണ്ടെങ്കിൽ ആ ക്യാഷ് അവിടെ തന്നെ കിടക്കും. ഓക്കെ. പിന്നീട് നമ്മളിപ്പോൾ ഒരു 5,000 കൊടുത്തു, അവർക്ക് പെർ ഹെഡ് കൊടുത്തു, റിന്യൂ ചെയ്യുമ്പോൾ എഗൈൻ അത് കൊടുക്കേണ്ട ആവശ്യമില്ല, അത് അവിടെ തന്നെയാണ്. പക്ഷേ ഓക്കെ. അപ്പോൾ ഈ ഒരു ചോദ്യമായിട്ട് നമ്മളിലേക്ക് എത്തിയ ആൾക്ക് ഒരുപാട് ആൻസറുകൾ കിട്ടി. അതെ, ആള് ഡിഗ്രിയെ കുറിച്ചാണ് ചോദിച്ചു വന്നത്, പക്ഷെ നമ്മൾ പല ക്വസ്റ്റ്യൻസിനും ആൻസർ പറഞ്ഞു. ആൾക്ക് മാത്രമല്ല കേട്ടോ, പല വ്യൂവേഴ്സിനും. ഓക്കെ, ഇനി അടുത്തത് എന്ന് പറയുന്നത് 100% ഓൺഡ് കമ്പനിയിൽ ഓണർ സ്ഥലത്തില്ല എങ്കിൽ വിസ വർക്കുകൾക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ? ആസ് വി നോ, ഓണർ ആവശ്യമാണ്. ഒരു സ്പോൺസർ ഉള്ള കമ്പനി അല്ലെങ്കിൽ ഒരു സ്പോൺസർ ഇല്ലാത്ത കമ്പനിയുടെ മെറിറ്റും ഡിമെറിറ്റും നമ്മളൊരു 3ാമത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിൽപ്പെട്ട ഒരു കേസാണത്. അതായത് 100% ഓണർഷിപ്പ് കമ്പനീൻ്റെ സൈനിങ് അതോറിറ്റി ആ ഒരു ഓണർ ആയിരിക്കും. അപ്പോൾ അദ്ദേഹം നാട്ടിലാണെങ്കിൽ അപ്പോൾ അദ്ദേഹത്തിന് എമിറേറ്റ്സ് ഐ ഡിയും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാവും. ഇവിടെ ഒരു വിസക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് എമിറേറ്റ്സ് ഐ ഡി വേണം, അല്ലെങ്കിൽ ഈ സിഗ്നേച്ചർ കാർഡ് വേണം. അതല്ലെങ്കിൽ ഒരു വിസ കോട്ടയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ മിനിസ്ട്രി ഓഫ് ലേബറിൽ അദ്ദേഹം പോയി തമ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ വേറെ ഒരു എമിറേറ്റ്സ് ഐ ഡി ഉള്ള ഒരു കമ്പനിയിലെ ഒരു സ്റ്റാഫിന് അല്ലെങ്കിൽ ഒരു മാനേജറെ ഒരു സൈനിങ് അതോറിറ്റി കൊടുത്ത് അദ്ദേഹത്തിൻ്റെ പേര് എസ്റ്റാബ്ലിഷ്മെൻറ്റ് കാർഡിലും കമ്പനിയുടെ ലേബർ കാർഡിലും ആഡ് ചെയ്തിട്ട് ഈ ഓണർ പുറത്തേക്ക് പോകുന്നതാണ് നല്ലത്. വേറെ ഒരു കമ്പനി എന്ന് ഉദ്ദേശിക്കുന്നത് അതായത് സ്വന്തം കമ്പനി. ഇപ്പോൾ എൻ്റെ ഒരു കമ്പനിയിൽ ഞാൻ 100% ഓണറാണ്. ഞാനിപ്പോൾ നാട്ടിൽ പോകുമ്പോൾ എൻ്റെ കമ്പനിയിൽ തന്നെയുള്ള വേറെ ഒരു സ്റ്റാഫിന്, വേറെ കമ്പനിയിലുള്ളതല്ല, എൻ്റെ തന്നെ കമ്പനിയിൽ എൻ്റെ വിസയിലുള്ള ഒരു സ്റ്റാഫിന് എസ്റ്റാബ്ലിഷ്മെൻറ്റ് കാർഡിൽ പേര് ആഡ് ചെയ്യുന്നു. ആസ് എ PRO എന്നുള്ളതല്ല, മന്ദൂബ് എന്ന് പറയും അറബിയിൽ. നമ്മൾ പിന്നെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് കാർഡിൽ പേര് ആഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ സിഗ്നേച്ചർ കാർഡ് എടുത്ത് ലേബർ കാർഡിലും ഈ ഒരു സ്റ്റാഫിൻ്റെ പേര് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓണർ ചെയ്യുന്ന മറ്റുള്ള വിസയുടെ വർക്കുകൾക്കൊക്കെ ഈ സ്റ്റാഫിന് പോയാൽ നടക്കും. ഇപ്പോൾ ഷോർട്ടാക്കി പറയുന്ന ആളെ ഒരു ഓതറൈസ്ഡ് സിഗ്നേറ്ററി ആകും. അതായത് ഓതറൈസ്ഡ് സിഗ്നേറ്ററി എന്ന് ഞാൻ പറയാത്ത കാരണം എന്താണെന്ന് വെച്ചാൽ പവർ ഓഫ് അറ്റോർണി കൊടുത്താൽ ഇത് പറ്റില്ല. ഇതുപോലെ തന്നെ ചെയ്യണം. ഓതറൈസ്ഡ് സിഗ്നേറ്ററി ആയിട്ട് എസ്റ്റാബ്ലിഷ്മെന്റ് കാർഡിലും ലേബർ കാർഡിലും പേര് ആഡ് ചെയ്തതിന് ശേഷം മാത്രം ഓണർ പുറത്തു പോവുക. അല്ലെങ്കിൽ ഒരു പണി എടുക്കാൻ കഴിയുന്നവർ. സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇന്നത്തെ സമയം അതെ, പല ഉണ്ട്, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷേ നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ടതില്ല. നമ്മൾ അടുത്ത ആഴ്ച ഇതേ സമയം സാറ് വരുന്നുണ്ടാവും ഇൻഷാല്ലാ. യെസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ വൈൻഡപ്പ് ചെയ്യുകയാണ്.
ചോദിച്ച് നമ്മളിലേക്ക് എത്തിയ എല്ലാ വ്യൂവേഴ്സിനും അതിനായിട്ടുള്ള കറക്റ്റ് ആൻസേഴ്സ് ലഭിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് മോർ ഡീറ്റെയിൽസിന് സാറിനെ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മളിലേക്ക് ഈ ക്വസ്റ്റ്യൻസുമായിട്ട് എത്തിയ എല്ലാ വ്യൂവേഴ്സിനും താങ്ക് യു സോ മച്ച്. യു ഓൾ ഹാവ് എ വെരി ഗുഡ് വീക്കെൻഡ്. ഇപ്പോൾ ക്ലൈമറ്റൊക്കെ മാറി തുടങ്ങി, എല്ലാവരും വീക്കെൻഡുകളൊക്കെ എൻജോയ് ചെയ്തുള്ളൂ അല്ലേ സർ? അതെ, ഒരുപാട് ആക്ടിവിറ്റീസും ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് യു എയിൽ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്, ആസ് വി ഓൾ നോ. അപ്പോൾ യു ഓൾ ഹാവ് എ വെരി ഗുഡ് വീക്കെൻഡ്. ദിസ് ഈസ് മീ ഹന്ന ആൻഡ് സിദ്ദീഖ്. Yes, signing off. You all take care. Thank you for watching. Thank you.